പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ പരിഹസിച്ച പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിനെതിരെ വിദേശകാര്യ മന്ത്രാലയം നിരുത്തരവാദപരമായ പരാമർശമാണ് നടത്തിയതെന്നും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കെതിരെ ആയ പരാമർശത്തെ തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, വിവരങ്ങൾ. നിഖിൽ, നിരുത്തരവാദപരവും അതേപോലെ തന്നെ ഖേദകരവുമായ പ്രസ്താവനയാണ് ഈ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതായത് ഒരു സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലും അധികാരമില്ലാത്ത മേഖലയിലേക്കാണ് ഭഗവത് മാൻ കടന്നു കയറിയിരിക്കുന്നത്. ഈ ഭഗവത് മാൻ്റെ പ്രസ്താവന അത് ഭാരതത്തിന് ദോഷമായിരിക്കും ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഭാരതം ആഗോള രാജ്യങ്ങളുമായി സൗഹൃദം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുമായി ഭാരതം ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാനാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നതിനെ അപഹാസ്യമായി കാണുന്നതിലും അല്ലെങ്കിൽ പരിഹസിച്ചതിലൂടെയും ഭാരതത്തിൻ്റെ ഇത്തരം നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് പ്രധാനമായും വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരുന്ന പ്രസ്താവനയായിരുന്നില്ല ഭഗവത് മാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതം ഇത് ലോകരാഷ്ട്രങ്ങളുടെ ഗുരുസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആ സ്ഥാനം കൈവരിക്കുവാൻ വേണ്ടിയുള്ള വിശ്വഗുരു എന്നുള്ളൊരു സ്ഥാനത്തേക്ക് കൈവരിക്കുവാൻ വേണ്ടിയുള്ള സകല ശ്രമങ്ങളും നടത്തുന്നു. ഒപ്പം നയതന്ത്ര മേഖലയിൽ ഭാരതം വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നു. ശശി തരൂർ തന്നെ അല്ലെങ്കിൽ ശശി തരൂർ അടക്കം കോൺഗ്രസിലെ നേതാക്കളടക്കം തുറന്ന് സമ്മതിച്ച കാര്യമാണ്. അതിനിടയിലാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പരാമർശമുണ്ടായത്. ഈ പരാമർശമാണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. മാത്രമല്ല, ഇത് പരിഹാസം മാത്രമല്ല നടത്തിയത്, അടിസ്ഥാനരഹിതമായ കാര്യം കൂടിയാണ് ഭഗവത് മാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 10,000 മാത്രം ജനസംഖ്യയുള്ള രാഷ്ട്രങ്ങളിൽ പോയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിവിലിയൻ ബഹുമതികൾ വാങ്ങിയത് എന്നായിരുന്നു വലിയ രീതിയിൽ അല്ലെങ്കിൽ അത്തരം ആക്ഷേപമായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ അത് വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ട്രിനിഡാഡിലും അതേപോലെ തന്നെ ടൊബാഗോയിലുമാണെങ്കിൽ 13.7 ലക്ഷം ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ബ്രസീലിലാകട്ടെ 21.11 കോടി ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ഇങ്ങനെ ജനസംഖ്യ കൂടുതലുള്ള രാഷ്ട്രങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ഏതാണ്ട് 24ലധികം സിവിലിയൻ ബഹുമതികൾ അദ്ദേഹത്തിന് വിവിധ രാഷ്ട്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയ വൈര്യം മൂലം ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഭാരതത്തിൻ്റെ നയതന്ത്ര മേഖലയിലേക്കുള്ള വലിയ കുതിച്ചുചാട്ടത്തിൻ്റെയും കാൽവെപ്പിനും അത് വലിയ തിരിച്ചടിയാകും, വിലങ്ങുതടിയാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിഖിൽ. ശരി, നന്ദഗോപൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ പരിഹസിച്ച പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനെതിരെ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. നിരുത്തരവാദപരമായ പരാമർശമാണ് നടത്തിയതെന്നും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കെതിരായ പരാമർശത്തെ തള്ളിക്കളയുന്നെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.